അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബുഷിയുടെ ആദ്യ രാത്രി. അതെ, ഡോക്ടറുടെ വീട്ടിലെത്തി ബുഷി. ഒരുപാട് ആൾക്കൂട്ടമൊന്നും ഇല്ല വീട്ടിലത്തെ പോലെ. എങ്കിലും ചെറിയ രീതിയിലുള്ള ഒരു കല്യാണം. അവൾ ആ കല്യാണ പന്തലിൽ ഇരുന്നു. അതെ, കൂടെ ഡോക്ടറും. എല്ലാവരും അവളെ തൊട്ടു തലോടിക്കൊണ്ടും പേര് ചോദിച്ചുകൊണ്ടും അങ്ങനെ പോയി. അവൾ നിശ്ചലമായി അവർ ചോദിക്കുന്നതിന് മാത്രം മറുപടി നൽകി. അവിടെ എത്തിയപ്പോൾ അവൾക്ക് ആകപ്പാടെ ഒരു മൂകതയുണ്ടായിരുന്നു. കാരണം തന്നെ അറിയുന്ന ആരുമില്ല. എന്നാൽ തന്നോടാണെങ്കിൽ അധികം ആളുകളൊന്നും കൂട്ടുകൂടാൻ വരികയും ചെയ്യുന്നില്ല. എല്ലാവരും പേരന്വേഷിച്ച് പോകുന്നുണ്ട് എന്നല്ലാതെ. ശരിക്കും ബുഷിക്ക് എന്ത് ചെയ്യണമെന്നായിപ്പോയി. അതെ, അവൾ ഒരു മൂകമായി അവിടെ ഇരുന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ അതാ അവിടെ നിന്ന് അവൻ എഴുന്നേറ്റ് പോയി ഡോക്ടർ. എങ്കിലും അവൾ ആ കല്യാണ പന്തലിൽ ഒറ്റയ്ക്കിരുന്നു. എല്ലാവരും അവളെ കാണുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്. അതെ, ചെയറുകളെല്ലാം ഒഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ അകത്തേക്കൊന്ന് പിടിച്ച് കയറ്റുകയോ ഒന്നും ചെയ്യുന്നില്ല. അതൊരു പക്ഷേ ഇവിടുത്തെ മര്യാദ അങ്ങനെയാണോ അറിയുന്നില്ല. അവൾ അവിടെ തന്നെ അല്പസമയം കൂടെ ഇരുന്നു. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ ഒരു തടിച്ച സ്ത്രീ അങ്ങോട്ട് കടന്നു വരുന്നു. പോരുമോളെ എന്ന് പറഞ്ഞ് അവളെ കൂട്ടിക്കൊണ്ടുപോയി. വലതുകാലം വെച്ചോ. അവൾ ബിസ്മി ചൊല്ലി വലതുകാലം വെച്ച് അകത്തേക്ക് കയറി. ആ വാ, ഇതാണ് മോളുടെ മുറി, വാ ഇങ്ങോട്ട്, മുകളിലാണ്. അങ്ങനെ അതാ ആ മാളിക കയറുന്നു. കൂടെ മറ്റൊരു താത്തയായിരുന്നു അപ്പോഴുണ്ടായിരുന്നത്. അങ്ങനെ കോണിപ്പടികളിലൂടെ കയറി അത് അവൾ വലിയൊരു റൂമിലെത്തി. ശരിക്കും ഒരു ഏകാന്തത ഉണ്ടായിരുന്നു അവിടെ. അവിടെ എത്തിയിട്ടും ഡ്രസ്സ് അഴിച്ചിടാനും അതൊന്നും അവർ പറഞ്ഞില്ല. ഒരു നിമിഷം ബുഷി ഓർത്തു, ഓ നല്ല ചൂടുണ്ട്, AC ഉണ്ട്, പക്ഷെ ഇട്ടിട്ടില്ല. ഇത് അവൾക്ക് വല്ലാത്ത വിഷമം തോന്നി. എന്താ റബ്ബേ ഞാൻ ചെയ്യുക എന്നുള്ള രീതിയിൽ അവൾ ഒരു നിമിഷം വിഷമിച്ചു. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ അതാ ആ ഡോർ തുറന്നുകൊണ്ട് ഒരാൾ അങ്ങോട്ട് കടന്നു വരുന്നു. അത് മറ്റാരുമായിരുന്നില്ല, ഡോക്ടറായിരുന്നു. അയാൾ വരുന്നത് കണ്ടപ്പോൾ അവൾ പതുക്കെ എഴുന്നേറ്റുന്നു. ഇരുന്നിരുന്നോ, കുഴപ്പമൊന്നുമില്ല. ആ, ഡ്രസ്സൊന്നും മാറ്റിയിട്ടില്ലല്ലേ, ഡ്രസ്സൊക്കെ ഏതാ അലമാരക്കകത്തുണ്ട്, അതിനെടുത്തോട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ പുറത്തേക്ക് ഇറങ്ങി. അവൾക്ക് മടി തോന്നി. കാരണം ഒരു വീട്ടിൽ ആദ്യമായിട്ട് കയറി വന്നിട്ട് പെട്ടെന്ന് അലമാര തുറക്കലും നോക്കലും വെക്കലൊക്കെ ആകുമ്പോൾ ശരിക്കും ഒരു ഡ്രസ്സ് എടുത്തു തന്നിരുന്നെങ്കിലൊന്ന് മാറ്റിയിടാമായിരുന്നു. അവൾ അത് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് അവൾക്ക് നിസ്കരിക്കുകയും വേണം. എന്തപ്പം ചെയ്യുക, എനിക്കറിയുന്നില്ല. ഒരു നിമിഷം അവൾ ആ അലമാര തുറന്നു. അതിൽ കുറച്ച് ഡ്രസ്സുകളുണ്ട്. 3-4 കൂട്ട് കോട്ടൺ ചുരിദാറുകളും പിന്നെ കുറച്ച് ഷിഫോൺ ഐറ്റംസിലുള്ള ഡ്രസ്സുകൾ ഐറ്റംസും അതുമുണ്ട്. അവൾ അതിൽ നിന്നൊരു ചുരിദാർ എടുത്തു. നേരെ അവൾ അതാ ബെഡ്റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് കയറി. നല്ല ചൂടുണ്ടായിരുന്നു. തണുത്ത വെള്ളം അവൾ തലയിലൂടെ അങ്ങൊഴിച്ചു. ഷവറിട്ട് അല്പസമയം നിന്നു. എന്നാൽ ആ നിമിഷം അവൾ പ്രിയപ്പെട്ട ഷാമിലിനെ കൺമുമ്പിൽ കണ്ടു. ഷാമിൽ, എന്നോട് പൊറുക്കണം. അപ്പോഴും അവൾ അതായിരുന്നു പറഞ്ഞിരുന്നത്. അങ്ങനെ അതാ അവൾ തലയിലൂടെ നല്ല തണുത്ത വെള്ളം ഒഴിച്ച് ഫ്രഷായി നല്ല രീതിയിൽ തോർത്തി പുതിയ ഡ്രസ്സൊക്കെ ഇട്ടു. അതെ, ഡ്രസ്സുകളൊന്നും ഷേപ്പല്ല, ചുരിദാറാണ്, പക്ഷേ നല്ല ലൂസുണ്ട്. എന്നാലും കുഴപ്പമില്ല, കോട്ടനല്ലേ, ചൂടല്ലേ. അവൾ അവിടെയൊക്കെ ആകെ തപ്പി നോക്കി. എൻ്റെ നിസ്കാരക്കുപ്പായം എവിടെ എന്നുള്ള രീതിയിൽ. പക്ഷേ നിസ്കാരക്കുപ്പായം അവിടെയൊന്നും കാണുന്നുണ്ടായിരുന്നില്ല. പഠിച്ചോനെ, ഞാൻ എങ്ങനെ നിസ്കരിക്കും? പെട്ടെന്ന് അവൾക്ക് പുറത്തേക്ക് ഇറങ്ങി ചോദിക്കണമെന്ന് തോന്നി. എന്നാൽ ഈ സമയം അയാൾ അങ്ങോട്ട് കടന്നു വന്നു. എന്താ നീ തിരയുന്നത്? നിസ്കാരക്കുപ്പായോ? ഓ, അതെടുത്തിട്ടുണ്ടാവില്ല, വേണമെങ്കിൽ. ആ. എന്നാൽ അവൾ ഒരു നിമിഷം, ഞാൻ നിസ്കരിച്ചിട്ടില്ല. ഓ, നിസ്കാരമൊക്കെ നാളാക്കുക, അല്ലെങ്കിലും കല്യാണത്തിന് നിന്ന് എന്ത് നിസ്കാരം എന്ന് പറഞ്ഞു അവളോട്. ശരിക്കും അവൾക്ക് വല്ലാത്തൊരു വിഷമമായി മാറി. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ അയാൾ ആ ബെഡിലേക്ക് അങ്ങ് കിടന്നു. എന്താ, കിടക്കുന്നില്ലേ എന്നുള്ള രീതിയിൽ ഒരു ചോദ്യവും ചോദിച്ചു. എന്നാൽ അവൾക്ക് എങ്ങനെ ചെല്ലണം എന്നൊന്നും അറിയുന്നില്ലായിരുന്നു. സാധാരണത്തെ രീതിയിൽ മണിയറ എന്നൊക്കെ പറഞ്ഞാൽ മണവാട്ടി വാതിലിന് മറുകിൽ അവിടെ പതിഞ്ഞ് ഇരിക്കും, നാണത്തോടെ ഇരിക്കും. സ്നേഹത്തോടെ ഭർത്താവ് അവളെ കൈ പിടിച്ച് കൊണ്ടുവന്ന് അവൾക്ക് അവളുടെ തലയിൽ കൈവച്ച് ദിക്റുകൾ ചൊല്ലി അതിനുശേഷം സ്നേഹത്തോടെ അവളെ ചുംബനങ്ങൾ അർപ്പിച്ച്
അവൾ നെഞ്ചോട് ചേർത്ത്. അങ്ങനെയൊക്കെ ഞാൻ പുസ്തകത്തിലൊക്കെ വായിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിപ്പോൾ എന്താ ഇങ്ങനെയാണോ ഫസ്റ്റ് നൈറ്റ്? ഒരു നിമിഷം അവളൊന്ന് പകച്ചു പോയി. അവൾ വീണ്ടും അവിടെ ആ വാതിലിനരികിലായി നിന്നു. എന്താ, അവിടെ തന്നെ നിൽക്കാനാണോ പ്ലാന്? എന്നാൽ ഞാൻ കിടക്കട്ടെ എന്നും പറഞ്ഞു അയാളതാ പെട്ടെന്ന് AC നല്ല ശക്തമായി കൂട്ടിയിട്ടു. അയാൾ നല്ല രീതിയിൽ അതാ മൂടി പുതച്ച് കിടക്കുവാൻ വേണ്ടി നിൽക്കുന്നു. ശരിക്കും അവൾ ഞെട്ടിപ്പോയി. റബ്ബേ, ആദ്യരാത്രിയാണ് ഇത്. എൻ്റെ സ്വന്തം വീടല്ല. ഇവിടെ എന്തൊക്കെ അത്ഭുതങ്ങൾ സംഭവിക്കും എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ഒന്ന് തൊട്ട് അടുത്തേക്ക് വരികയോ അതൊന്നും ചെയ്യുന്നില്ല. അയാൾ കാര്യപ്പെട്ടെന്തോ പറഞ്ഞ് അതിനിടയിൽ അയാൾക്കൊരു ഫോണും വന്നു. ഓക്കെ. ആ ശരി, ഞാൻ അല്പസമയം കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരാം. ഓക്കെ. ആ പെട്ടെന്ന് അവൾക്ക് തോന്നി, എന്തിപ്പോൾ ഇത് ഇത്ര പെട്ടെന്ന്? ആദ്യ രാത്രി പോലും ഇവിടെ നിൽക്കാതെ പോകുകയാണെന്നാണ് പറഞ്ഞത്. എന്നാൽ അയാൾ അല്പസമയം ഒന്ന് കണ്ണടച്ച് കിടന്നു. ഉടനെ എഴുന്നേറ്റ്. എന്നാൽ അപ്പോഴും ബുഷി അവിടെ തന്നെ നിൽക്കുമായിരുന്നു. എന്താടോ, ഇരിക്കണമെന്നില്ലേ? അവിടെ നേരം വിളിക്കോളം നിൽക്കുകയാണോ? ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞ് അയാൾ ഒന്ന് ഫ്രഷായി പെട്ടെന്ന് അത് ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് അല്പം സ്പ്രേ എല്ലാം പൂശി നല്ലൊരു വാശെല്ലാം കെട്ടി അവിടെ നിന്ന് ഇറങ്ങുന്നു. ഞാൻ വരാം, എനിക്ക് ഒരു ഡ്യൂട്ടി കിട്ടിയിട്ടുണ്ട്. പെട്ടെന്ന് അവൾക്ക് വല്ലാത്ത വിഷമം തോന്നി. റബ്ബേ, ഡോക്ടർമാർ വിവാഹം കഴിച്ചാൽ ഇതായിരിക്കും സ്ഥിതി. എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ഡോക്ടർമാർ വിവാഹം കഴിച്ചാൽ നല്ല ബിസി ആയിരിക്കും, അവർ വിളിക്കുമ്പോഴൊക്കെ പോകണം, ഹോസ്പിറ്റലിൽ അർജൻറ്റ് കേസും കാര്യം വരുമ്പോഴൊക്കെ പോകണം എന്നുള്ളതൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതിപ്പോൾ ആദ്യത്തെ ദിവസം ഇങ്ങനെ പോകുമോ എനിക്കറിയുന്നില്ല. അവൻ ഇറങ്ങിപ്പോയി അവിടെ നിന്ന്. പക്ഷേ അവൾക്ക് നിസ്കരിക്കായിട്ടൊന്നും ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല. ഇവരെന്താ ഇത്രയധികം ഡ്രസ്സൊക്കെ വാങ്ങിയിട്ട് നിസ്കാരക്കുപ്പായം വാങ്ങിയിട്ടില്ലേ? അതവൾ അത്ഭുതപ്പെട്ടു. എന്നാൽ അവൾ തൊട്ട് പിറകിലായി താഴോട്ട് ഇറങ്ങി വന്നു. പെട്ടെന്ന് ഉമ്മ, അതേ ഓൻ ഡ്യൂട്ടിക്ക് പോവാണ്, നീ എങ്ങോട്ടാ? അത് പോയി കിടന്നോ, ഇനി ഇപ്പോഴൊന്നും ഓനെ കാക്കണ്ട, അവന് നേരം വെളുത്തിട്ടൊക്കെ വരുള്ളൂ. അതെ, അവൻ അർജൻറ്റ് ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതുകൊണ്ട് വിളിച്ചിട്ട് പോയതായിരിക്കും. ശരിക്കും ആ ഉമ്മയുടെ വാക്കുകൾ കേട്ടപ്പോൾ അവൾക്ക് എന്തെന്നറിയില്ല, വല്ലാത്തൊരു ഞാൻ നിസ്കാരക്കുപ്പായം ഉണ്ടോയെന്ന് വിചാരിച്ച് വന്നതാണ്. നിസ്കാരക്കുപ്പായോ? നിസ്കാരക്കുപ്പായം എവിടെയാണ് വെച്ചതാവോ? ഒരു നിമിഷം അവൾ ഓർത്തു, ഇവിടുത്തുകാർ നിസ്കരിക്കാറൊന്നുമില്ലേ? പർദ്ദയുണ്ട്, അത് വേണമെങ്കിൽ എടുത്തിട്ടോ. പർദ്ദയും ഷോക്സും ധരിച്ചാൽ പോരെ നിസ്കരിക്കാൻ? ശരിക്കും അവൾ അത്ഭുതപ്പെട്ടു. അപ്പോൾ ഇവിടുത്തുകാരൊക്കെ എങ്ങനെയാണ് നിസ്കരിക്കാറുള്ളത് എന്നുള്ള രീതിയിൽ അവൾ വിചാരിച്ചു. എന്നാൽ വലിയൊരു പർദ്ദയും ഷോക്സും അവൾക്ക് നൽകി. ഇതുപോലെ കുട്ടി നിസ്കരിക്കാൻ. മതി. അവൾ എഴുന്നേറ്റ് നേരെ റൂമിലേക്ക് തന്നെ പോയി. ഒരു നിമിഷം അവൾ ഓർത്ത്, റബ്ബേ, ഇവിടുത്തുകാരൊക്കെ ഇങ്ങനെയായിരിക്കോ? തികച്ചും വ്യത്യസ്തമാണല്ലോ എല്ലാം. എന്നാൽ അവൾ ആ മണിയറയിൽ ആദ്യ രാത്രി തന്നെ ബുഷി ഒറ്റക്കായിരുന്നു. ഭർത്താവ് ഡ്യൂട്ടിക്ക് പോയി. അത് ഞാൻ ചെയ്യാം? ഒന്നുമല്ല, ഒറ്റക്കായിട്ട് പേടിയൊന്നും തോന്നുന്നില്ല. എന്നാലും ഇത്ര വലിയൊരു റൂമിൽ ഒറ്റക്ക് ആദ്യമായിട്ടായിട്ട് മനസ്സിൻ്റെ ഉള്ളിൽ ചെറിയൊരു ഭയം ഇങ്ങനെ തോന്നുന്നു. ഭർത്താവിൻ്റെ കൂടെ ആദ്യ ദിവസം പോലും ഒരുമിച്ച് നിൽക്കാൻ കഴിയാത്ത അവസ്ഥയാണല്ലോ എൻ്റേത്. ശരിക്കും അവൾ ഓരോന്ന് ആലോചിച്ചു. ആ നിമിഷവും അവൾ ഓർത്തു ഷാമിലിനെ കുറിച്ച്. ഷാമിൽ എത്രയധികം സ്നേഹമുള്ള ആളായിരുന്നു. പക്ഷെ ഡോക്ടർക്ക് സ്നേഹമില്ല കേട്ടോ. സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ഒരു ദിവസമെങ്കിലും എനിക്ക് വേണ്ടി വേണ്ട അല്ലെങ്കിൽ. കാരണം പേഷ്യൻസ് ഒരു പക്ഷേ ഗുരുതരാവസ്ഥയിലായിരിക്കും. ആ സമയത്തായിരിക്കും ഡോക്ടർ വിളിച്ചത്. അതെ, ഡോക്ടറായി കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ജീവൻ രക്ഷിക്കുക എന്നതല്ലേ. അതിനുപരി അവർക്ക് ഒരു സുഖജീവിതമൊന്നും ഉണ്ടാവില്ല. അതെ, അദ്ദേഹത്തിന് ഡ്യൂട്ടിക്ക് പോയി, ആയിക്കോട്ടെ, കുഴപ്പമില്ല. ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞാൽ ഏറ്റവും നല്ലത് അത് തന്നെയല്ലേ. അവൾ കാര്യമായിട്ടൊന്നും പിന്നീട് ചിന്തിച്ചില്ല. നിസ്കാരം കഴിഞ്ഞു. അസറൊക്കെ ഖലാ വീട്ടാനുണ്ട്, അതൊക്കെ ഖലാ വീട്ടി. അവൾ അല്പസമയം ദിക്റുകളും സ്വലാത്തുകളുമായിട്ട് നിന്നു. ഒരു നിമിഷം അവൾ ഓർത്തു, ഒരു മുസാഫ് കിട്ടിയിരുന്നെങ്കിൽ. അവിടെ ചുറ്റുഭാഗത്തുമായി നോക്കി. ഇല്ല, അതൊന്നുമില്ല. പെട്ടെന്ന് തന്നെ അവൾക്ക് നൽകിയ ആ ഒരു ഫോണിൽ നിന്ന്
അവൾ അത് ഒരു ഡൗൺലോഡ് ചെയ്തെടുത്തു. PDF ആയിട്ട് കിട്ടിയിട്ടുണ്ട്. യാസീനും തബാറക്കയും ഇദാ വഖഅത്തിയും ദുഹാനും സജദയും റഹ്മാനും അതെല്ലാം അവൾ അങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുത്തു. അവൾ ആ ഒരു ഫോൺ നോക്കി ഖുർആൻ പാരായണം ചെയ്തു. കാരണം ഇതെല്ലാം സ്ഥിരമായി വീട്ടിൽ നിന്ന് ചെയ്യുന്നതായതുകൊണ്ട് തന്നെ ഇവിടെ എത്തിയപ്പോൾ ഒന്നും ചെയ്യായിട്ട് വല്ലാത്ത മനസ്സിനൊരു പൊറുതികേടുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞപ്പോൾ വല്ലാത്തൊരു സുഖം. ഒന്ന് ഉമ്മയെ വിളിച്ചാലോ? അല്ലെങ്കിൽ വേണ്ട, ഈ സമയത്ത് ഞാൻ വിളിക്കുമ്പോൾ ഉമ്മയോ വിചാരിക്കും എന്താ ഈ ടൈമിന് ഇവളെന്നെ വിളിക്കുന്നത്. ഇനിയൊരു പക്ഷേ എൻ്റെ ഭർത്താവിനെ കുറിച്ച് ചോദിക്കും, നിൻ്റെ ഭർത്താവ് ഈ സമയത്ത് എവിടെ പോയി എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്തുത്തരം പറയും? ആദ്യ രാത്രി ആയതുകൊണ്ട് തന്നെ തൻ്റെ ഭർത്താവ് തന്നെ വിട്ട് പോയത് അവൾക്ക് മനസ്സിൻ്റെ ഉള്ളിൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഇനി ആരെങ്കിലും ചോദിച്ചാൽ അത് പറഞ്ഞാൽ വേണ്ട, അദ്ദേഹത്തെ വെറുതെ നാണം കെടുത്തണ്ട എന്ന് കരുതുകയാണ് അവൾ. എന്നാൽ ബുഷിയുടെ ഉമ്മ തൻ്റെ മകളെക്കുറിച്ച് വിചാരിക്കുകയായിരുന്നു. പഠിച്ചോനെ, എൻ്റെ പൊന്നു മോൾക്ക് സ്നേഹമുള്ള ഭർത്താവിനെ കിട്ടണേ റബ്ബേ, അവളുടെ എല്ലാ കാര്യങ്ങളും അദ്ദേഹം ചെയ്തു കൊടുക്കണേ, അവളെ വിഷമിപ്പിക്കരുതേ, ഉപ്പയില്ലാത്ത മോളാണ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ആ ഉമ്മ അങ്ങനെ പ്രാർത്ഥിക്കുകയായിരുന്നു. എന്നാൽ ഈ സമയം അജ്മൽ പറയുന്നു, എൻ്റെ പൊന്നുമ്മ, ഡോക്ടർമാരൊക്കെ അല്ലേ, അവർക്ക് ചിലപ്പം ഡ്യൂട്ടി കാര്യങ്ങളും തിരക്കൊക്കെ ഉണ്ടാകും, എങ്കിലും സ്നേഹമൊക്കെ ഉണ്ടാവും, ഉമ്മ അങ്ങനെയൊന്നും വിചാരിക്കല്ലേ. അല്ല മോനെ, അവർക്ക് എപ്പോഴും പേഷ്യൻറ്റിനെ നോക്കുന്ന തിരക്കും കാര്യങ്ങളൊക്കെ ആകുമ്പോഴേ നമ്മളെ മോളെ നോക്കാൻ അവൾക്ക് സമയം ഉണ്ടാവുമായിരിക്കില്ലേ. ഉമ്മ, നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? ഡോക്ടറായാലും മനുഷ്യൻ തന്നെയല്ലേ, വികാര വിചാരങ്ങളൊക്കെ ഉള്ള ഒരാൾ തന്നെയല്ലേ. ഡോക്ടർമാരെന്ന് വിചാരിച്ചിട്ട് എപ്പോഴും ഇതിങ്ങനെ പേഷ്യൻറ്റിനെ ചികിത്സിക്കുക എന്നുള്ള കാര്യങ്ങളൊന്നുമല്ല, അവർക്കൊരു ടൈമും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ. ഉമ്മ വിഷമിക്കല്ലേ. അജ്മൽ ഉമ്മയെ സമാധാനിപ്പിച്ചു. എന്നാൽ ആ തണുത്ത AC-യുടെ റൂമിൽ നമ്മുടെ ബുഷി തനിച്ചായിരുന്നു കിടന്നിരുന്നത്. ആ ദിവസം പോലും തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് തൻ്റെ കൂടെ കിടക്കുവാനോ അല്ലെങ്കിൽ തന്നോട് സംസാരിക്കുവാനോ വന്നില്ല. അതിലവൾക്ക് വല്ലാത്ത വിഷമമുണ്ടായിരുന്നു. പിന്നീട് തോന്നി എല്ലാം നല്ലതിനായിരിക്കും. അവൾ ദിക്റുകൾ ചൊല്ലിക്കൊണ്ട് അതാ ആ ബെഡിലേക്ക് കിടന്നു. എന്നാലും ഇത്ര വലിയ റൂമിൽ ഒറ്റയ്ക്ക് തനിച്ച് ഉറങ്ങുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ എന്തോ ഒരു വിഷമം തോന്നി. അതെ, നിക്കാഹ് കല്യാണം എന്നൊക്കെ പറയുമ്പോഴേ കൂടെ ഒരാളുണ്ടാകും എന്നുള്ളൊരു ചിന്തയായിരിക്കും. പക്ഷേ ഇതൊന്നുമില്ലാത്ത ശൂന്യമായ എൻ്റെ ഈ ദിവസങ്ങൾ, അതിനെക്കുറിച്ച് അവൾ ഓർത്തു. ഒരു നിമിഷം അവൾ ഫോൺ എടുത്തു. അതെ, ആ നമ്പർ, ഷാമിലിൻ്റെ നമ്പർ, അതിനെക്കുറിച്ച് ചിന്തിച്ചു. ഈ സമയമാകുമ്പോൾ എല്ലാവരും നല്ല ഉറക്കത്തിൽ തന്നെയായിരിക്കും. സമയം 12 മണിയാണ്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് എന്തൊക്കെ തന്നെയായാലും എല്ലാവരും നല്ല ഉറക്കത്തിലുമായിരിക്കും. ആരും വിളിച്ചാൽ എടുക്കുകയുമില്ല. സാരമില്ല, ഞാനും ഉറങ്ങട്ടെ, എല്ലാം പടച്ച റബ്ബിൽ സമർപ്പിച്ചുകൊണ്ട്. എന്നാൽ ഈ നിമിഷം അത് നമ്മുടെ ഷാമിലിന് രാത്രി ഉറക്കമുണ്ടായിരുന്നില്ല. തൻ്റെ പ്രിയപ്പെട്ട പെണ്ണ് ഇന്ന് മറ്റൊരുത്തൻ്റെ ഭാര്യയായിരിക്കുന്നു എന്നൊരു തേങ്ങലായിരുന്നു അവൻ്റെ മനസ്സിൽ. എത്രയൊക്കെ തന്നെ ഉമ്മ ഭക്ഷണത്തിന് പറഞ്ഞിട്ടൊന്നും അവൻ കഴിക്കുന്നേ ഇല്ലായിരുന്നു. ഇത്താത്ത വരുമെന്ന് പറഞ്ഞിരുന്നു, പക്ഷെ നാളെ വരാമെന്ന് പറഞ്ഞു, അതും നീട്ടി. ചുരുക്കി പറഞ്ഞാൽ ആകപ്പാടെ ശോകമുഖമായ അവസ്ഥയായിരുന്നു ആ വീട്ടിലുണ്ടായിരുന്നത്. അനിയത്തിമാരെല്ലാം പറയുന്നുണ്ട്, എന്താ ഇക്കാക്ക മിണ്ടാത്തത് എന്നൊക്കെ. ഒന്നുമില്ല മക്കളെ. എന്നാൽ ആ നിമിഷവും ബുഷിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അവൻ. പഠിച്ചോനെ, എൻ്റെ ബുഷിക്ക് ഒന്നും സംഭവിക്കരുതേ, സ്നേഹമുള്ള ഭർത്താവിനെ അവൾക്ക് നീ നൽകണേ അല്ലാ, നല്ല സന്തോഷകരമായ ദാമ്പത്യ ജീവിതം അവൾക്ക് നീ നൽകണേ, അവൾ ഒരിക്കൽ പോലും വിഷമിപ്പിക്കരുതേ അല്ലാ. അവൻ ബുഷിക്ക് വേണ്ടി ആ രാത്രിയിൽ ഒരുപാട് ദുആ ചെയ്തു. എന്നാൽ പാവം ബുഷി ആ റൂമിൽ ഒറ്റക്കായിരുന്നു. തൻ്റെ കൂടെ ആരുമില്ല എന്നുള്ള സത്യം അവൾക്കിടയ്ക്കിടെ ബോധ്യമാവുമെങ്കിലും അവളെല്ലാം പടച്ച റബ്ബിൽ സമർപ്പിച്ചു. ഡോക്ടറല്ലേ, അത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി എന്നും മനസ്സിൽ വിചാരിച്ചു. തൻ്റെ കല്യാണം ഉറപ്പിച്ചെന്ന് പറഞ്ഞപ്പോൾ പല കൂട്ടുകാരികളും പറഞ്ഞു, എടി ഡോക്ടറാകുമ്പോഴേ അവർക്ക് എപ്പോഴും തിരക്കായിരിക്കും, നമുക്ക് സ്നേഹം തരാനും നമ്മളോട് അല്പസമയം ഇരുന്ന് സംസാരിക്കുവാനും നമ്മളെ ഒന്ന് ആശ്വസിപ്പിക്കാനൊന്നും അവർക്ക് നേരം ഉണ്ടാവില്ല, അവർക്കെപ്പോഴും നല്ല തിരക്കായിരിക്കും, എന്തിനാണ് ഡോക്ടർ കല്യാണം കഴിച്ചത് എന്ന് പലരും എന്നോട് ചോദിച്ചിരുന്നു. പക്ഷേ എന്ത് ചെയ്യാൻ, ഡോക്ടർമാർ അങ്ങനെയൊന്നല്ല, എല്ലാം കൊണ്ടും എല്ലാ ഡോക്ടർമാരും ഒരുപോലെയല്ല എന്നൊക്കെ കേട്ടിട്ടുണ്ട്.
ഭാര്യമാരോട് നല്ല സ്നേഹമുള്ളവരും ഉണ്ടാവും, ഇല്ലാത്തവരും ഉണ്ടാവും. അതിപ്പോൾ ഡോക്ടറാണെന്നില്ലല്ലോ, ഏത് ജോലിയിലും ഉണ്ടാവും അതിൻ്റേതായ ബുദ്ധിമുട്ട്. അതിനനുസരിച്ച് അവർക്കൊരു പക്ഷേ കെയറിങ് കുറയും, അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷേ നമ്മളതിലെല്ലാം തരണം ചെയ്യണം. അങ്ങനെ ഓരോ ഉപദേശങ്ങളും വാക്കുകളും കൂട്ടുകാരികളും എല്ലാം പറഞ്ഞ് മൊത്തത്തിൽ മനസ്സിൻ്റെ ഉള്ളിൽ എന്തൊരു വിഷമമായിരുന്നു. ഇപ്പോഴിതാ ഈ രാത്രി തന്നെ തൻ്റെ ഭർത്താവ് തൻ്റെ കൂടെ ഇല്ല എന്ന് മനസ്സിലായപ്പോൾ തൻ്റെ കൂട്ടുകാരികൾ പറഞ്ഞതെല്ലാം അവൾ ഓർത്തു. അവൾക്ക് വല്ലാത്ത സങ്കടം വന്നു. തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. ഈ വീട്ടിൽ വേറെ ആരുമില്ലേ എന്ന് വരെ വിചാരിച്ചു. താഴേക്ക് ഇറങ്ങിപ്പോയി ആ ഉമ്മയുടെ കട്ടിലിനിടയിൽ പായ വിരിച്ച് കിടന്നാലോ എന്നും വിചാരിച്ചു. വേണ്ട, അതൊന്നും വേണ്ട. എനിക്ക് അവകാശപ്പെട്ട അല്ലെങ്കിൽ എനിക്ക് നിൽക്കാൻ പറ്റിയ റൂം ഇതല്ലേ, ഇവിടെ തന്നെ കിടക്കായിരിക്കും നല്ലത്. അങ്ങനെ അവൾ കിടന്നു. ദിക്റുകളും സ്വലാത്തുകളും ചൊല്ലിക്കൊണ്ട് അവൾ അറിയാതെ ഉറക്കത്തിലേക്ക് വഴുതി വീണു. ബുഷിയുടെ ഭർത്താവ് എപ്പോൾ വരും അവളെ ആശ്വസിപ്പിക്കാൻ, അവളെ ഒന്ന് സന്തോഷിപ്പിക്കാൻ, അവൾ പ്രതീക്ഷിച്ച ജീവിതം ലഭിക്കുവാൻ? അവൻ എപ്പോഴെത്തും? ആ രാത്രി അവൻ വരുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.